എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. അപ്പോൾ നമ്മുടെ +2 മാത്തമാറ്റിക്സിന് ഇൻ്റഗ്രൽസിൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്ററിൽ നിന്നും ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം, ദ മോസ്റ്റ് പ്രെഡിക്റ്റബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു എലിപ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ചോദ്യമായിരിക്കാം. അതാകുമ്പോൾ 4 മാർക്കിനുള്ള വകുപ്പ് അതിനകത്തുണ്ട്. അല്ലെങ്കിൽ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ചോദ്യമായിരിക്കാം. അല്ലെങ്കിൽ ഒരു പരാബോള, ഒരു x=a മുതൽ x=b വരെ ഒരു ആ ഒരു റീജിയണിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ചോദ്യമായിരിക്കും. മിക്കവാറും പരാബോളിക്കായിട്ടുള്ള ഒരു കർവായിരിക്കും നമുക്ക് തരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന 2 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. ഒന്ന് എലിപ്സിൻ്റെ ഏരിയ, 2 സർക്കിളിൻ്റെ ഏരിയ. എന്തായാലും നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഒരു നല്ല മാർക്കിന്, അതായത് ഒറ്റയടിക്ക് ഒരു സ്കോർ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ചോദ്യമാണ്. പക്ഷെ നല്ല വൃത്തിയായിട്ട് പഠിക്കണം. നല്ല ഇൻ്റഗ്രേഷനൊക്കെ വരുന്നുണ്ട്. മാർക്ക് കിട്ടാനും അതേപോലെ മാർക്ക് പോകാനും സാധ്യതയുള്ള സാധനമാണ്. വൃത്തിയായിട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉറപ്പിക്കാം. അപ്പോൾ നമുക്ക് 4 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പക്കാ സ്റ്റെപ്പുകളെല്ലാം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. ആദ്യം തന്നെ തന്നിട്ടുള്ള എലിപ്സ് x²/25 + y²/9 = 1. അതിനെ എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണ്. എക്സിൻ്റെ താഴെയാണ് വലിയ സംഖ്യയെങ്കിൽ ടൈപ്പ് 1 എലിപ്സ് x²/a² + y²/b² = 1. താരതമ്യപ്പെടുത്തിയാൽ a²ൻ്റെ വില 25, അവിടുന്ന് a = 5 ആണെന്നറിയാം. 25ൻ്റെ റൂട്ട് അല്ലേ. b²ൻ്റെ വില 9, b = 9ൻ്റെ റൂട്ട് 3. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു റഫ് സ്കെച്ച് നമുക്ക് വരച്ചു വയ്ക്കാം. എലിപ്സിൻ്റെ എക്സ് ആക്സിസ് മേജർ ആക്സിസ് ആയിട്ട് വരുന്ന എലിപ്സ് ആണ്. അവിടെ 5 ആണ് നമ്മുടെ എയുടെ വില, 5 അല്ലേ. 5 -5 ഉണ്ട്, പിന്നെ -3ഉം 3ഉം ഉണ്ട് ബിയുടെ വില. ഓക്കെ ആണല്ലോ. നമുക്ക് ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഏരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഏരിയ =a to b y dx. ഇതാണ് ഏരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ y കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എലിപ്സിൻ്റെ ഇക്വേഷനകത്തുനിന്ന് നമുക്ക് y കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ കണ്ടുപിടിച്ചാൽ അതിന് ഇത് സിമെട്രിക് ആയിട്ടുള്ള ഫിഗറാണ്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ഉണ്ടാക്കുന്ന അതേ ഏരിയ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ക്വാഡ്രന്റിലും ഉണ്ടാക്കുന്നത്. ഞാൻ വരച്ചപ്പോൾ ഇവിടെ ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു. അത് സാരമില്ല. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഉണ്ടാക്കുന്ന അതേ ഏരിയ തന്നെയാണ് എല്ലാ ക്വാഡ്രന്റിലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ മൊത്തവും എലിപ്സിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ ആണല്ലോ. സോ അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ എഴുതിക്കോട്ടെ. ഏരിയ = 4 × ഇൻ്റഗ്രൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ദാണ്ട് ഇവിടുന്ന് 0 മുതൽ 5 വരെയുള്ള ഈ കർവിന് അണ്ടറിലുള്ള ഏരിയ ആണ് വേണ്ടത്. അപ്പോൾ 0 to 5 y കണ്ടുപിടിക്കണം നമുക്ക്. നോക്കിക്കേ, x²/25 + x²/25 + y²/9 = 1 ആണ്. ഇവിടുന്ന് y നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എന്തുവരും? ആദ്യമേ y ഉള്ള ടേം ഇവിടെ നിർത്തുക, ബാക്കി അപ്പുറം കൊണ്ടുപോകാം. y²/9 = 1 - x²/25 എന്ന് വരും. ശരിയല്ലേ? ഇവിടെ നമുക്ക് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ എന്തുവരും? 25 - x²/25 വരും, y²/9. ശരിയാണല്ലോ. ഇനി 9 കൂടെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. y² = 9/25 × 25 - x². അവിടുന്ന് y കണ്ടുപിടിക്കണമെങ്കിൽ ഇയാൾ റൂട്ട് എടുത്താൽ മതി. റൂട്ട് ഓഫ് 9/25 ബ്രാക്കറ്റിൽ 25 - x². 9ൻ്റെ റൂട്ട് 3, 25ൻ്റെ റൂട്ട് 5 ബ്രാക്കറ്റിൽ ബാക്കി റൂട്ടിനുള്ളിൽ 25 - x². ഇതാണ് വൈയുടെ വില. ഇത് ഇങ്ങനെ ഡിറൈവ് ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കാം. അല്ലാതെ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയും കൂടെ ഞാൻ പരാമർശിക്കാം. നോക്കിക്കേ, നമുക്ക് ഇവിടുന്ന് y വാല്യൂ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. y = നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. y = ഈ എയും ബിയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനകത്ത് ബിയെ a കൊണ്ട് ഹരിക്കണം. b/a × റൂട്ട് ഓഫ് a² - x² ആയിരിക്കും വൈയുടെ വില. ഇത് കാണാൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കണം എന്ന് നിർബന്ധമില്ല. ഡിറൈവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഓർത്ത് വയ്ക്കാം. b/a × റൂട്ട് ഓഫ് a² - x² ഉപയോഗിച്ചാൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ആൻസറായി. കാരണം എയും ബിയും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അതായത് b/a എന്ന് പറയുമ്പോൾ 3/5 എന്ന് വരും അല്ലേ. 3/5 ×
റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് 5 ആണ്. 5ന്റെ സ്ക്വയർ 25 മൈനസ് എക്സ് സ്ക്വയർ. ബി ബൈ എ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ആ ഒരു ഇക്വേഷനായിട്ട് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെയ്തെടുക്കാം. ഇത് ഓർത്ത് വെച്ച് ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടും, ആ കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈയുടെ പ്ലേസിലോട്ട് എന്ത് കൊടുക്കുക, 3/5 ഇൻറ്റു റൂട്ട് ഓഫ് 25നെ നമുക്ക് 5ന്റെ സ്ക്വയർ എന്ന് എഴുതാം മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് വരും, 3 12/5 ഇൻ്റഗ്രൽ 0 to 5 റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇനി ഒരു ഇൻ്റഗ്രേഷനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്, ശ്രദ്ധിച്ചിരിക്കണേ. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു സ്പെഷ്യൽ ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ് നമുക്ക് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുള്ള റിസൾട്ടാണ്. റിസൾട്ട് ഇതാണ്, x/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇതാണ് നമ്മുടെ റിസൾട്ട്. പ്ലസ് സി. നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് സി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ റിസൾട്ട് പക്കയായിരിക്കണം. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്താണ്, x/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ശ്രദ്ധിച്ചിരിക്കണേ, ശ്രദ്ധിച്ച് അങ്ങോട്ട് അപ്ലൈ ചെയ്തേ. ഇപ്പം നമ്മുടെ കയ്യിൽ എന്തുണ്ട്, 12/5 ഉണ്ട്, ബാക്കിയുണ്ട് ഇങ്ങോട്ട് എഴുതുന്നുണ്ട് 12/5 ഉണ്ട്. x/2 റൂട്ട് ഓഫ് ഇത് അതേപോലെ 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, എ എന്ന് പറഞ്ഞാൽ 5, 5ന്റെ സ്ക്വയർ 25 ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. എക്സ് ബൈ എയുടെ വില എത്രയാണ്, 5. x/5 വരും. ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെ നോക്കിക്കേ, 0 മുതൽ 5 വരെ. സോ 12/5 ഇൻറ്റു. ഇനി ലിമിറ്റ് കൊടുക്കാൻ, ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ നമുക്കറിയാം എങ്ങനെയാണ്, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്, ശരിയല്ലയോ? അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ് കാണുന്ന സ്ഥലത്തോട്ട് നമ്മൾ 5 കൊടുക്കണം. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ 5 സ്ക്വയർ മൈനസ് എക്സിന് 5 കൊടുത്താൽ, അല്ല എക്സ് കാണുന്ന സ്ഥലത്തോട്ട് 5 കൊടുത്താൽ, ഇവിടെ 5 കൊടുത്താൽ 5 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ അത് 0 ആയി പോകും. അപ്പോൾ അത്രയും സമാധാനമായി. ലോവർ ലിമിറ്റിൽ വേണ്ട 0 ഇൻറ്റു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി 0 ആയ. ഇനി നമ്മൾ ഇവനെ മാത്രം നോക്കിയാൽ മതി. ബാക്കി എന്താണ്, 25/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് കാണുന്ന സ്ഥലത്തോട്ട് 5 കൊടുക്കണം, 5/5 എന്ന് വരും. 5/5 എന്തുവാ, 1 എന്നങ്ങ് എഴുതിക്കോട്ടെ. ലോവർ ലിമിറ്റ് കൊടുത്താൽ സൈൻ ഇൻവേഴ്സ് 0 എന്നാ, അത് 0 ആയ. അപ്പോൾ അതുകൊണ്ട് ഇത്രേ വരത്തുള്ളൂ, 25/2 സൈൻ ഇൻവേഴ്സ് 1. സൈൻ ഇൻവേഴ്സ് 1 എത്ര, സൈൻ ഏതാങ്കിളാണ് ഉത്തരം 1 വരുന്നത്. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/2 അഥവാ 90 ആണ്. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 90 ആണ്. ആ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, എന്ത് വരും. ഇവിടെ നമുക്ക് ചെറിയ വെട്ടൽ പരിപാടികളൊക്കെ നടത്താം. I5 25, R2 12, IR 30 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, π/2. 2 30 കൂടെ വെട്ടി 15. അപ്പോൾ 15π ആണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. 15π സെൻറ്റിമീറ്റർ സ്ക്വയർ SQCM അല്ലേ, അല്ലെങ്കിൽ SQ യൂണിറ്റ്സ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. പ്രത്യേകിച്ച് സെൻറ്റിമീറ്ററോ മീറ്ററോ ഒന്നുമില്ല, ഏരിയ സ്ക്വയർ യൂണിറ്റ്സിലാണ് പറയുക, SQ യൂണിറ്റ്സ്. 15π ആണ് ആൻസർ വരിക, 15π. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് എലിപ്സിൻ്റെ ഏരിയ നമുക്ക് ഇത്രയും സോൾവ് ചെയ്ത് എടുക്കുമ്പോഴാണ് നമുക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടുക. പക്ഷെ നമുക്ക് എലിപ്സിൻ്റെ ഏരിയ കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് കൺഫേം ചെയ്യാൻ ഒരു സെക്കൻഡ് മതി. നമുക്കറിയാം എലിപ്സിൻ്റെ ഏരിയക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, ഏരിയ ഇസ് ഈക്വൽ ടു πAB എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. എലിപ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് എന്ത്, πAB. എലിപ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം, πAB എന്നുള്ളൊരു ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ അത് വെച്ച് നമുക്ക് ഒറ്റ സെക്കൻഡിൽ ആൻസർ പറയാം. അതായത് ഇപ്പോൾ നമുക്ക് കീം എക്സാമിന് ഇതേ ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ആൻസർ പറയാൻ പറ്റും. ഇതേപോലെ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. πAB എന്ന് പറഞ്ഞാൽ എയുടെ വില നമുക്കറിയാം 5 ആണ്, ബിയുടെ വില 3 ആണ് അല്ലേ. സോ π ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 3, 15π ആണ് ആൻസർ കിട്ടുക. അങ്ങനെ നമുക്കൊരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആൻസർ ഉറപ്പിച്ച് പറയാവുന്ന ചോദ്യമാണ്. എനിവേ പരീക്ഷയ്ക്ക് നമുക്ക്
4 മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഈ സ്റ്റെപ്പുകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ എഴുതി പഠിക്കുക, ഉറപ്പിക്കാം നമുക്ക് ഇവിടെ നിന്നുള്ള മാർക്ക്. ഓക്കെ, സർക്കിളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം നമുക്ക്. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 എന്ന് പറയുന്ന സർക്കിള് ബൗണ്ട് ചെയ്യുന്ന ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിച്ചിരിക്കണേ. സോ നമുക്ക് സർക്കിളിൻ്റെ ഏരിയ ഫൈനൽ ആൻസർ ഇപ്പോഴേ പറയാം. സർക്കിളിൻ്റെ ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ ആണ് സർക്കിളിൻ്റെ ഏരിയ അല്ലേ, നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നമ്മുടെ സെൻറ്റേഡ് അറ്റ് ഒറിജിൻ ആയിട്ടുള്ള സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. താരതമ്യപ്പെടുത്തിയാൽ ആർ സ്ക്വയറിൻ്റെ വിലയാണ് 9, ആറിൻ്റെ വില 3 വരും. അപ്പോൾ ആറിന് 3 കൊടുത്താൽ പൈ ഇൻറ്റു 3ൻ്റെ സ്ക്വയർ 9 പൈ അല്ലേ. 9 പൈ ആണ് നമുക്ക് ഫൈനൽ ആൻസർ വരേണ്ടത്. 9 പൈ ആണ് നമ്മുടെ ഏരിയ വരേണ്ടത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ചിരിക്കുക. സോ 9 പൈ നമുക്ക് ആൻസർ കിട്ടണം. അത് നമുക്ക് ആദ്യമേ എഴുതി വെക്കാം. പക്ഷെ 9 പൈന്ന് നേരെ എഴുതി വെച്ചാൽ ആ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ 4 മാർക്ക് ക്വസ്റ്റ്യന് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ സ്റ്റെപ്പ് കാണിക്കണം. സോ അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ തന്നെ ജസ്റ്റ് റഫായിട്ട് നമ്മൾ സർക്കിൾ ഒന്ന് വരയ്ക്കുകയാണ്. സെൻറ്റേഡ് അറ്റ് ഒറിജിനും റേഡിയസ് 3 വരുന്ന സർക്കിൾ. റേഡിയസ് 3 ആണ്, കാരണം ആർ സ്ക്വയർ ആണ് 9. അപ്പോൾ അവിടുന്ന് റേഡിയസ് ആർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 3 കിട്ടും. ശരിയല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. ആ 9 എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ആണ്. അവിടുന്ന് റേഡിയസ് എന്ത് കിട്ടും? 3. അപ്പോൾ റേഡിയസ് 3 ആയിട്ടുള്ള സർക്കിള് ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ കണ്ടുപിടിച്ചുകൊണ്ട് സിമെട്രിക് ആയതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയനെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മുഴുവൻ ഏരിയ കിട്ടും. ശരിയല്ലേ? സോ അപ്പോൾ നമ്മുടെ റിക്വയർഡ് ഏരിയ ഓഫ് ദിസ് സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഇസ് ഈക്വൽ ടു 4 ടൈംസ് ഇൻ്റഗ്രൽ എ ടു ബി എന്ന് പറഞ്ഞാൽ ഇവിടെ 0 മുതൽ 3 വരെ y dx അല്ലേ. y dx, വൈയുടെ വില കണ്ടുപിടിക്കാമല്ലോ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അവിടുന്ന് y കണ്ടുപിടിക്കുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9, വൈ സ്ക്വയർ ഈക്വൽ ടു 9 മൈനസ് എക്സ് സ്ക്വയർ, വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ. വൈയുടെ വാല്യൂ നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് വരും? സോ ദിസ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 3. വൈയുടെ സ്ഥാനത്തോട്ട് എന്ത് കൊടുക്കണം? റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇനി നമ്മൾ നേരത്തെ പഠിച്ച അതേ റിസൾട്ട് അല്ലേ, അതേ റിസൾട്ട് ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. നമുക്ക് ആ റിസൾട്ട് ഇങ്ങോട്ട് കൊടുക്കാം. അതിന് മുമ്പേ നമുക്ക് എ സ്ക്വയർ രൂപത്തിലാക്കാം. 9നെ നമുക്ക് 3ൻ്റെ സ്ക്വയർ എന്നാക്കാം, മൈനസ് എക്സിൻ്റെ സ്ക്വയർ ഡി എക്സ്. റിസൾട്ട് എന്തുവായിരുന്നു മക്കളെ? തൊട്ട് നേരത്തെ പഠിച്ച റിസൾട്ട് അല്ലയോ? എലിപ്സിൻ്റെ ചോദ്യത്തിൽ പഠിച്ച അതേ റിസൾട്ട്. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇതാണ് റിസൾട്ട് അല്ലേ. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഓക്കെ, ശ്രദ്ധിച്ച് വേണ്ട റിസൾട്ട് കൊടുത്തേ. 4 ഇൻറ്റു എക്സ് ബൈ 2 റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ 9 ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് പറഞ്ഞാൽ ആരാണ്? 3. എവിടെ മുതൽ എവിടെ വരെ? 0 മുതൽ 3 വരെ. 4 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ വേണ്ട ഇവിടെ നേരെ എക്സിൻ്റെ സ്ഥാനത്തോട്ട് 3 കൊടുക്കുമ്പോൾ റൂട്ട് 3 മൈനസ് 3 സ്ക്വയർ, അത് 0 ആയിപ്പോവും. ഇനി ഇവിടെ മാത്രമേ വാല്യൂ വരത്തുള്ളൂ. 9/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 3/3. എക്സിൻ്റെ സ്ഥാനത്തോട്ട് 3 കൊടുക്കുമ്പോൾ 3/3 1 വരും. ലോവർ ലിമിറ്റിൻ്റെ കാര്യം നമ്മൾ നോക്കുക വേണ്ട. ലോവർ ലിമിറ്റ് വേണ്ട. എക്സിന് 0 കൊടുത്താൽ ഇത് 0 ആയി പോകും. സൈൻ ഇൻവേഴ്സ് എക്സിന് 0 കൊടുത്താൽ സൈൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ 0 ആയ. ലോവർ ലിമിറ്റിൽ പൂർണ്ണമായിട്ട് 0 ആയ. നമുക്കിത് മാത്രമേ ആൻസർ വരുന്നുള്ളൂ. ഇനി നമുക്ക് 2ഉം 4ഉം കൂടെ വെട്ടിയാൽ 2. ഈ 9 18 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 π/2 ആണെന്ന് നേരത്തെ പറഞ്ഞു. സൈൻ ഏത് ആംഗിളാണ് 1 വരുന്നത്? സൈൻ 90 ആണ് 1. ഓക്കെ, ഇപ്പം 2ഉം 18ഉം വെട്ടി 9. ആൻസർ എന്ത് കിട്ടി?
9 പൈ സ്ക്വയർ യൂണിറ്റ്സ് ആണ് നമുക്ക് എന്ത് വരിക, സർക്കിളിൻ്റെ ഏരിയ വരിക. അത് ഓൾറെഡി നമ്മൾ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട്. 9 പൈ ആണ് വരേണ്ടതായ ആൻസർ. അത് നമ്മൾ ഇതേപോലെ ചെയ്ത് കണ്ടുപിടിക്കണം, എങ്കിലേ നമുക്ക് ആ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ മാർക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിലോട്ട് ഇങ്ങോട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ നല്ല വൃത്തിയായിട്ട് എഴുതി മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് മാത്രം പരീക്ഷയ്ക്ക് പോവുക. ഉറപ്പായിട്ടും 4 മാർക്ക് സെക്വേർഡായിട്ട് മേടിച്ച് കയ്യിൽ വെക്കാൻ പറ്റുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.